ഹായ്, ഇറ്റ്സ് മീ രേഷ്മ രജു ഫ്രം TR ഡിസൈൻസ്. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് വളരെ റീസണബിൾ ആയിട്ടുള്ള പ്രൈസിൽ വരുന്ന നെറ്റ് കോട്ട ഫാബ്രിക്കിലുള്ള നല്ല അടിപൊളി സൽവാർ മെറ്റീരിയൽസ് ആണ്. അപ്പൊ നമുക്ക് മെറ്റീരിയൽ കാണാം. ഇതാണ് നമ്മുടെ 4 കളർ ടോണിൽ വരുന്ന സൽവാർ സെറ്റ്സ്. നമുക്ക് ഓരോന്നായിട്ട് കണ്ടു നോക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ മെറ്റീരിയൽ വരുന്നത്. ഇതൊരു ഡാർക്ക് പൗഡർ പിങ്ക് ആണ്. ഇതിന്റെ യോക്ക് പോർഷൻ ഒക്കെ നോക്കി നല്ല ഹെവി ആയിട്ടുള്ള മിഷൻ എംബ്രോയിഡറി ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് മെറ്റീരിയൽ ഡീറ്റെയിൽ ആയിട്ട് കാണാം. നല്ല അടിപൊളി ഷെയ്ഡാണ്. ഇതിന്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ്. യോക്കിൽ നല്ല ഹെവി ആയിട്ടുള്ള വർക്ക് കൊടുത്തിരിക്കുന്നത്. അടിയിലേക്ക് പ്ലെയിൻ ആയിട്ടുള്ള മെറ്റീരിയൽ. ഇതിന്റെ ദുപ്പട്ട വരുന്നത് നെറ്റ് കോട്ടയുടെ തന്നെ ദുപ്പട്ടയാണ്. രണ്ട് സൈഡിലും എംബ്രോയിഡറിയും സ്കാലപ്പ് വർക്കാണ് കൊടുത്തിരിക്കുന്നത്. അടിഭാഗത്ത് ചെറിയൊരു പൈപ്പിംഗ് ആയിട്ട് നല്ല അടിപൊളി ഒരു സൽവാർ മെറ്റീരിയൽ ആണിത്. ഇങ്ങനെയാണ് ഇതിന്റെ ഫുൾ വ്യൂ വരുന്നത്. ഇതാണ് അടുത്ത ഷെയ്ഡ് വരുന്നത്. ഇതൊരു പീച്ച് കളറാണ് വന്നിരിക്കുന്നത്. ഇത് മറ്റേതുപോലെ അത്ര ഹെവി ആയിട്ടുള്ള വർക്കല്ല ഇവിടെ യോക്ക് പോർഷനിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ടോപ്പിന്റെ മെറ്റീരിയൽ കാണാം. ഇങ്ങനെയാണ് ഇതിന്റെ യോക്ക് പോർഷൻ വന്നിരിക്കുന്നത്. ഭയങ്കര തിക്കായിട്ടുള്ള വർക്കല്ല ഇവിടെ കൊടുത്തിരിക്കുന്നത്. അടിയിലേക്ക് പ്ലെയിൻ ആയിട്ടുള്ള മെറ്റീരിയൽ. ഇനി ഇതിന്റെ ദുപ്പട്ട വന്നിട്ട് മറ്റേത് കണ്ടുപോലെ തന്നെ രണ്ട് സൈഡും സ്കാലപ്പ് വർക്ക് കൊടുത്ത് അടിഭാഗത്ത് ചെറിയൊരു പൈപ്പിംഗ് കൊടുത്തിട്ടുള്ള മെറ്റീരിയലാണിത്. ഇങ്ങനെയാണ് ഇതിന്റെ ഫുൾ വ്യൂ വരുന്നത്. ഇതാണ് അടുത്ത മെറ്റീരിയൽ വരുന്നത്. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ലാവൻഡർ കളറാണ്. ഇച്ചിരി ഡാർക്ക് ആയിട്ടുള്ള ലാവൻഡർ കളറാണ്. ഇത് നേരത്തെ കണ്ട പോലെ യോക്ക് പോർഷനിൽ ഒരുപാട് ഹെവി ആയിട്ടുള്ള വർക്കൊന്നുമില്ല. സിമ്പിൾ ആയിട്ടുള്ള ത്രെഡ് വർക്കാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് മെറ്റീരിയൽ കാണാം. എങ്ങനെയാണ് ഈ മെറ്റീരിയൽ വരുന്നത്? ഇത് ബോഡി ഫുള്ളും ചെറിയ ചെറിയ ത്രെഡ് വർക്ക്സാണ് കൊടുത്തിരിക്കുന്നത്. ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ടുള്ള മെറ്റീരിയൽ ആണിത്. ഇതിന്റെ ദുപ്പട്ട വന്നിട്ട് ഫുൾ ഹെവി ആയിട്ടുള്ള കാന്ത വർക്കാണ് കൊടുത്തിരിക്കുന്നത്. അത്രയും ഭംഗി. ഇവിടെ അത്രയും ഹെവി ആയിട്ടുള്ള ടോപ്പിൽ ഹെവി ആയിട്ടുള്ള വർക്ക് കൊടുക്കാത്തതുകൊണ്ട് ദുപ്പട്ട നമ്മൾ നല്ല ഹെവി ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിന്റെ ഫുൾ വ്യൂ വരുന്നത്. നമ്മുടെ ലാസ്റ്റത്തെ മെറ്റീരിയലിന്റെ കളറാണെങ്കിൽ പൗഡർ പിങ്ക് കളറാണ്. ഇതും നേരത്തെ കാണിച്ചതുപോലെ തന്നെ ചെറിയ ചെറിയ ത്രെഡ് വർക്ക്സാണ് കൊടുത്തിരിക്കുന്നത്. മറ്റേ ലാവൻഡർ ഷെയ്ഡിന്റെ കളർ ചേഞ്ച് ആണിത്. വേറെ വ്യത്യാസമൊന്നുമില്ല. ഇതും സിമ്പിൾ ആയിട്ടുള്ള വർക്കുള്ള മെറ്റീരിയലാണ്. സിമ്പിൾ ആയിട്ട് ചെറിയ ചെറിയ ത്രെഡ് വർക്ക്സ് ആണ് ഇതിനകത്ത് പോയിരിക്കുന്നത്. ദുപ്പട്ട വന്നിട്ട് ഹെവി ആയിട്ടുള്ള കാന്ത സ്റ്റിച്ച്ഡ് ആയിട്ടുള്ള ദുപ്പട്ടയാണ് ഇതിന് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിന്റെ ഫുൾ വ്യൂ വരുന്നത്. ഇപ്പൊ കണ്ട 4 സൽവാർ സൂട്ട്സും എല്ലാവർക്കും ഇഷ്ടമായില്ലേ? അപ്പൊ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ പ്രൈസ് ആണ് ഇതിന്റെ മെയിൻ അട്രാക്ഷൻ ആയിട്ട് വരുന്നത്. 1100 ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. അപ്പോൾ ആർക്കെങ്കിലും ഇത് ആവശ്യമുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ മോളിൽ കാണിച്ചിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക. നമുക്ക് ഓൺലൈൻ പർച്ചേസ് ഉണ്ട്. അതല്ല സ്റ്റോർ ത്രൂ പർച്ചേസ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. താങ്ക് യു.